ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എത്തിക്കൽ ചോയ്സസ്. അതായത് ഒരാൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എത്തിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ഒരു സ്ഥാപനം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ സ്ഥാപനങ്ങളും വ്യത്യസ്തമായിട്ടുള്ള എത്തിക്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. അവരുടെ പ്രിൻസിപ്പിൾസ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മാനേജർമാരെയും ഒരു സ്ഥാപനത്തിൽ 10 മാനേജറിനെങ്കിൽ 10 ആൾക്കും 10 രീതിയിലായിരിക്കും അവർ ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഇവർ ഡിസിഷൻ എടുക്കുമ്പോൾ എത്തിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ ഇല്ലേ, എന്തൊക്കെ ഘടകങ്ങളാണ് ഇവരെ എത്തിക്സ് ഫോളോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അതാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോണത്. നമുക്കറിയാം ഒരാളുടെ വയസ്സ്, ഒരാളുടെ ഏജ്, ഒരാൾ ജനിച്ച് വളർന്നിട്ടുള്ള സാഹചര്യം, അവരുടെ എൻവയോൺമെൻറ്റ്, സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള മോറൽ എഡ്യൂക്കേഷൻ, അവരുടെ പിയർ ഗ്രൂപ്പ്, ഇതൊക്കെ ഒരാളുടെ എത്തിക്സ് ഫോളോ ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. ഒരു കള്ളൻ്റെ കൂടെയാണ് നിങ്ങൾ ഫുൾ ടൈം നടക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തിനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, റോബറിക്ക് അല്ലെങ്കിൽ മോഷ്ടിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. നിങ്ങളുടെ ഫ്രണ്ട്സ് നല്ലതാണെങ്കിലോ നല്ല സത്സംഗം എപ്പോഴും നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമാണ്. അപ്പോൾ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ആ കൂട്ടുകാരൻ്റെ സ്വഭാവത്തിനോട് ചേർന്നൊരു സ്വഭാവമായിരിക്കും നിങ്ങൾക്ക് രൂപീകരിക്കുക. അപ്പോൾ നമുക്കിവിടെ നോക്കാം ഒരു മാനേജേഴ്സ് എങ്ങനെയാണ് എത്തിക്സ് ഫോളോ ചെയ്യുന്നത്, അവർ ഡെസിഷൻ മേക്കിങ്ങിൽ എങ്ങനെയാണ് എത്തിക്സ് കൊണ്ടുവരുന്നത്. പലതരം മാനേജേഴ്സിന് പല രീതിയിലുള്ള എത്തിക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് നോക്കാം. എത്തിക്കൽ ഡെസിഷൻ മേക്കിംഗ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻഡ് ചൂസിങ് എമംഗ് ഓൾട്ടർനേറ്റീവ്സ് in a manner consistent with ethical principles. Ethical decision making എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻഡ് ചൂസിങ് എമംഗ് ഓൾട്ടർനേറ്റീവ്സ്. നിങ്ങൾക്ക് ഒരുപാട് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. ആ സൊല്യൂഷൻസ് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് ചൂസ് ചെയ്യണം ഏറ്റവും നല്ല ഡിസിഷൻ എന്താണെന്നുള്ളത്. ആ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നത് എന്തിന് മാച്ചായിട്ടുള്ളതായിരിക്കണം, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടുള്ളതായിരിക്കണം. ഇൻ മേക്കിംഗ് എത്തിക്കൽ ഡിസിഷൻസ് ഇറ്റ് ഈസ് നെസസറി ടു പെർസീവ് ആൻഡ് എലിമിനേറ്റ് അൺഎത്തിക്കൽ ഓപ്ഷൻസ് ആൻഡ് സെലക്ട് ദി ബെസ്റ്റ് എത്തിക്കൽ ഓൾട്ടർനേറ്റീവ്. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം, അൺഎത്തിക്കലായിട്ടുള്ള ഓപ്ഷൻസ് ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് തരംതിരിക്കണം, അതിനെ മാറ്റണം, അതിനെ എലിമിനേറ്റ് ചെയ്യണം. When managers are accused of lying, cheating or stealing, blame is usually placed on the individual or on the company situation. ഒരു മാനേജർ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ നുണ പറയുകയോ അല്ലെങ്കിൽ കാശ് എടുത്ത് മാറ്റുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയാളോട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ആ കമ്പനിയുടെ സിറ്റുവേഷനും കാര്യങ്ങളെയൊക്കെ അയാൾ ബ്ലെയിം ചെയ്യും അല്ലേ. നമുക്ക് ജീവിതത്തിലൊരു തളർച്ച അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് അത്ര സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബ്ലെയിമൊക്കെ മറ്റുള്ളവർ ചുമത്തുന്ന ടെൻഡൻസി മനുഷ്യന് സ്വാഭാവികമാണ്. Most people believe that individuals make ethical choices because of individual integrity, which is true, but it is not the whole story. എപ്പോഴും ആൾക്കാർ എന്താ വിചാരിക്കുക, ഒരു ഇൻഡിവിജ്വൽ എത്തിക്കൽ ചോയ്സ് എടുക്കുന്നത് അയാളുടെ ഇൻഡിവിജ്വൽ ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ എപ്പോഴും അത് സത്യമായിക്കൊള്ളുന്നില്ല. എത്തിക്കൽ ഓർ അൺഎത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസ് യൂഷ്വലി റിഫ്ലക്ട് ദി വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, ബിലീഫ് ആൻഡ് ബിഹേവിയർ പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ. അതാണ് ഒരു ബിസിനസ് സ്ഥാപനം എത്തിക്സ് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആ സ്ഥാപനത്തിന് എന്താണത് കാണിക്കുന്നത്, ആ സ്ഥാപനത്തിൻ്റെ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, ബിഹേവിയർ പാറ്റേൺസ്, ഓർഗനൈസേഷൻ കൾച്ചർ, ഇതൊക്കെ അതിന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മളിവിടെ നോക്കാൻ പോണത് 3 ലെവലിലുള്ള മാനേജേഴ്സ്, അതേപോലെ തന്നെ ആ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയർ പാറ്റേൺ ആണ് നോക്കാൻ പോണത്. അതായത് പ്രീ കൺവെൻഷൻ ലെവലും കൺവെൻഷൻ ലെവലും അതേപോലെ പോസ്റ്റ് കൺവെൻഷൻ ലെവലും, ഈ 3 ലെവലിലുള്ള മാനേജേഴ്സിൻ്റെ ബിഹേവിയറും ആ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയറും അവരുടെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അറ്റ് ദി പ്രീ കൺവെൻഷനൽ ലെവൽ ഇൻഡിവിജ്വൽസ് ആർ കൺസേൺ വിത്ത് എക്സ്റ്റേണൽ റിവാർഡ്. പ്രീ കൺവെൻഷനൽ മുമ്പത്തെ കാലഘട്ടങ്ങളിൽ ആൾക്കാർക്ക് എന്തിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന്, എക്സ്റ്റേണൽ റിവാർഡ് അല്ലേ, നല്ല ജോലി ചെയ്ത ശമ്പളം കിട്ടണം അല്ലെങ്കിൽ ബോണസ് കിട്ടണം, ആൻഡ് പണിഷ്മെൻറ്റ് ആൻഡ് ഒബേ അതോറിറ്റി ടു അവോയ്ഡ് ഹാംഫുൾ പേഴ്സണൽ കോൺസിക്വൻസ്. അപ്പോൾ അന്നത്തെ ആൾക്കാർ പണിഷ്മെൻറ്റിനെ പേടിയാണ്, അവർ അതോറിറ്റി മുകളിലുള്ള സുപ്പീരിയേഴ്സ് പറഞ്ഞതൊക്കെ അനുസരിക്കും. എന്തിനാണ്, ഇനി ഹാംഫുൾ പേഴ്സണൽ കോൺസിക്വൻസ് ഒന്നും വേണ്ട, എനിക്കൊരു ഉപദ്രവം ഉണ്ടാവാണ്ടിരിക്കാൻ പറഞ്ഞതൊക്കെ അനുസരിക്കും. In an organizational context, this level may be associated with managers
ഹു യൂസ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ. ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് കാണാൻ പറ്റുക? ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് കാണാൻ പറ്റുക. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ലീഡേഴ്സ് ഒരാളോടും ഒരു കാര്യം ചോദിച്ചിട്ടല്ല ഒരു തീരുമാനം എടുക്കുക. അവരാണ് ഏക ഭരണാധികാരി പോലത്തെ തീരുമാനങ്ങളായിരിക്കും. ആർക്കും ഒരു ഫ്രീഡം കൊടുക്കാണ്ട് അയാൾ പറഞ്ഞ കാര്യം മറ്റുള്ളവർ പാലിക്കുക മാത്രം. അതാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ. വിത്ത് എംപ്ലോയീസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് ഡിപ്പെൻഡബിൾ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് സ്പെസിഫിക് ടാസ്ക്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ലീഡേഴ്സ് ഓട്ടോക്രാറ്റിക് ആയിരിക്കും. അവിടെ എംപ്ലോയീസിന് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? അവരെ സ്പെസിഫിക് ടാസ്ക് കൊടുത്തിട്ട് അത് അക്കംപ്ലിഷ് ചെയ്യാൻ പറയും. അത് മാത്രമായിരിക്കും എംപ്ലോയീസിന് ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു റോൾ ഉണ്ടാവില്ല. അവരോട് സമ്മതം ചോദിക്കില്ല, അനുവാദമൊന്നും ചോദിക്കില്ല. അടുത്തത് കൺവെൻഷൻ ലെവലാണ്. പീപ്പിൾ ലേൺ ടു കൺഫേം ടു ദ എക്സ്പെക്ടേഷൻ ഓഫ് ഗുഡ് ബിഹേവിയർ ആസ് ഡിഫൈൻഡ് ബൈ കൊളീഗ്സ്, ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് സൊസൈറ്റി. മീറ്റിംഗ് സോഷ്യൽ ആൻഡ് ഇൻ്റർപേഴ്സണൽ ഒബ്ലിഗേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. കൺവെൻഷൻ ലെവലായപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ മിങ്കിൾ ചെയ്യാനും റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ശ്രമിച്ചു തുടങ്ങി. വർക്ക് ഗ്രൂപ്പ് കൊളാബറേഷൻ ഈസ് പ്രിഫേർഡ് മാനർ ഫോർ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഗോൾസ്. ഇവിടെ കുറച്ചുകൂടി ഗ്രൂപ്പ് കൊളാബറേഷൻ, ടീമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി കൺവെൻഷണൽ ലെവലിൽ. അപ്പോൾ മാനേജേഴ്സ് ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും കോപ്പറേഷനും എൻകറേജ് ചെയ്യണം. ആ ഒരു ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽ, കുറച്ചും കൂടി സ്വാതന്ത്ര്യം എംപ്ലോയീസിന് കൊടുത്തുകൊണ്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് നമുക്ക് കൺവെൻഷൻ ലെവലിൽ കാണാൻ പറ്റുക, അല്ലേ? അപ്പോൾ എംപ്ലോയീസും കുറച്ചും കൂടി ഹാപ്പിയാണ്. കാരണം അവർക്ക് ഫ്രണ്ട്സായിട്ടും കൊളീഗ്സായിട്ടൊക്കെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ ബെറ്ററായി. അതൊക്കെ. ഇനി പോസ്റ്റ് കൺവെൻഷണൽ പീരീഡിൽ എന്താ? ഇൻഡിവിജ്വൽസ് ആർ ഗൈഡഡ് ബൈ ഇൻറ്റേർണൽ സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ദേ വിൽ ഈവൻ ഡിസ്ഒബേ റൂൾസ് ഓർ ലോസ് ദാറ്റ് വയലേറ്റ് ദിസ് പ്രിൻസിപ്പിൾസ്. ആൾക്കാർക്ക് വാല്യൂസും സ്റ്റാൻഡേർഡും അനുസരിച്ചിട്ട് അവർ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഇനി ദേ ഈവൻ ഡിസ്ഒബേ റൂൾസ് ഓർ ലോസ് ദാറ്റ് ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉപേക്ഷിക്കുന്ന ആൾക്കാർ എന്താ, ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ചിലപ്പോൾ ചില ആൾക്കാർ റൂൾസ് ഡിസ്ഒബേ അടക്കം ചെയ്യും. അതാണ് കൺവെൻഷൻ പീരീഡിൽ. ഇൻറ്റേർണൽ വാല്യൂസ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എക്സ്പെക്ടേഷൻ ഓഫ് സിഗ്നിഫിക്കൻ്റ് അതേഴ്സ്. മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഇൻറ്റേർണൽ വാല്യൂസിനാണ്. വെൻ മാനേജേഴ്സ് ഓപ്പറേറ്റ് ഫ്രം ദിസ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് ദേ യൂസ് ട്രാൻസ്ഫോർമേറ്റീവ് or several leadership focusing in the needs of followers, encouraging them to think for themselves. ഈ ഇവിടുത്തെ മാനേജർ ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഉപയോഗിക്കുക? ട്രാൻസ്ഫോർമേറ്റീവ്, ഭയങ്കരമായിട്ട് മാറ്റമുള്ള എംപ്ലോയീസിനെ ഉൾക്കൊണ്ട് നല്ല വാല്യൂസും എത്തിക്സും ഫോളോ ചെയ്ത് അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഫ്രീഡം കൊടുത്തിട്ട് അവരെ വലുതാക്കാനും അവരുടെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഇതാണ് 3 ലെവലിലുമുള്ള 3 പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ ലെവലുള്ള ഇൻഡിവിജ്വൽ എംപ്ലോയീസിൻ്റെ ബിഹേവിയറും അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാനേജറിൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈൽസാണ് ഇനി കണ്ടത്. ഇനി ഇത് കൂടാണ്ട് ദർ ആർ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു മാനേജറുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന, ഒരു എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ പെടും. ഏജും ജെൻഡറും എഡ്യൂക്കേഷനൊക്കെ അതാണ് ഇനി വരുന്നത്. അതിന് 3ആയി തരംതിരിച്ചിട്ട് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ ഡിഫർ ഇൻ ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ. എല്ലാ ഇൻഡിവിജ്വൽസും ഡിഫറെൻ്റ് ആണ്. എല്ലാവരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെൻ്റ് ആണ്. അത് ഫോം ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, നമുക്കറിയാം. It is individual differences that make them behave in a particular way towards an ethical issue. ഈ വ്യക്തികളിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസാണ് അയാളെ ഒരു പെർട്ടിക്കുലർ എത്തിക്കൽ ഇഷ്യൂവിനെ ബിഹേവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാരണം. എംപ്ലോയീസ് ആർ ജോയിനിങ് ഇൻ ദ ഓർഗനൈസേഷൻ വിത്ത് ദർ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദീസ് ആർ ലൈക്ലി ടു ഇൻഫ്ലുവൻസ് ദിയർ എത്തിക്കൽ ചോയ്സസ്, അല്ലേ? ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ, ജോലിക്ക് കയറുമ്പോൾ എല്ലാവർക്കും വ്യത്യസ്ത ക്യാരക്ടറാണ് ഉണ്ടാവുക. പിന്നെ കുറേയൊക്കെ നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ റൂൾസും പ്രിൻസിപ്പിൾസും അനുസരിച്ചിട്ട് വ്യക്തികൾ മാറും. നമുക്ക് ആ സ്ഥാപനത്തിൽ കയറുമ്പോൾ അവർ പറയണ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് ട്രൂ. ഇനി ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിനെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം. അതിൻ്റെ ക്യാരക്ടറിസ് വിച്ച് ആർ പൊസസ്ഡ് ബൈ ബർത്ത് സച്ച് എസ് ജെൻഡർ ആൻഡ് ഏജ്, അല്ലേ? നമ്മുടെ ജെൻഡറിൻ്റെ വ്യത്യാസം നമ്മൾ കാണിക്കും. ഡിസിഷൻ മേക്കിങ്ങിൽ എപ്പോഴും നമ്മൾ കാണിക്കുന്നത് ആണുങ്ങൾ എടുക്കുന്ന ഡിസിഷനും പെണ്ണെടുക്കുന്ന ഡിസിഷനും ഡിഫറെൻ്റ് ആയിരിക്കും.
അതിൽ വ്യത്യാസം ഉണ്ടാവും. ഏജ് അല്ലേ, പ്രായത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ജെൻഡറിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? മെയിൽ ആൻഡ് ഫീമെയിൽ വേരി ഇൻ റെസ്പെക്ട്. ഫീമെയിൽസ് ആർ ജനറലി കൺസിഡർ മോർ സെൻസിറ്റീവ് അല്ലേ, സ്ത്രീകൾ ഭയങ്കര സെൻസിറ്റീവാണ്, റിലീജിയസ് ആണ്, കെയറിങ് ആണ്. അതുകൊണ്ട് തന്നെ ഫീമെയിൽ ആർ കൺസിഡർഡ് മോർ എത്തിക്കൽ ദാൻ മെയിൽസ്. അപ്പോൾ ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് എത്തിക്കൽ എന്നാണ് ഇവിടെ പറയണത്. എപ്പോഴും ഇത് ശരിയായിക്കൊള്ളണമെന്നില്ല, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ. സ്ത്രീകൾ സാധാരണ കുറ്റം ചെയ്യുന്നതൊക്കെ നമുക്ക് വളരെ കുറവാണ് കാണാറുള്ളത്. സ്ത്രീകൾ സമൂഹത്തിൽ കുറ്റം ചെയ്യുന്നത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലേക്കാണ് പോവുക. ഇപ്പോൾ ജോളിയുടെ കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഒരു സ്ത്രീ ഇത്രയും വലിയ സിനിമാ കഥയെ പോലും വെല്ലുന്ന ഒരു കുറ്റകൃത്യം ചെയ്യുന്നു സ്വപ്നത്തിൽ പോലും ആർക്കും വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും നല്ല സൂചനയല്ല സമൂഹത്തിനുള്ളത്. അപ്പോൾ അതൊക്കെ എന്താണ്, ഡിഫറൻസാണ്. അതൊക്കെ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ സാധാരണ നമ്മൾ സ്ത്രീകൾ കുറച്ചും കൂടി എത്തിക്കലാണെന്നാണ് പറയാറ്. ഇപ്പോൾ പുസ്തകത്തിൽ പോലും അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തേത് ഏജാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏജ് ആൻഡ് എത്തിക്കൽ ബിഹേവിയർ ഈസ് എ കോംപ്ലക്സ് ഇഷ്യൂ അല്ലേ. കുറച്ചും കൂടി എത്തിക്കലാവുക ആരായിരിക്കും? ചെറുപ്പക്കാർ, കുട്ടികൾ. ഇപ്പോൾ ടീനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ അവർക്ക് പക്വതയില്ലാത്ത പ്രായമാണ്. അവർ ചിലപ്പോൾ ഫുൾ എത്തിക്സ് ഒന്നും ഫോളോ ചെയ്യണമെന്നില്ല. ഇച്ചിരി പ്രായമായി കഴിഞ്ഞാൽ 50-60 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ തെറ്റുകളും ചെയ്യില്ല, കള്ളം പറയില്ല, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിക്കുന്നത്. ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് യങ്ങർ മാനേജേഴ്സ് ദേ ട്രൈ ടു അച്ചീവ് മാക്സിമം വിത്ത് മിനിമം ടൈം. പിന്നെ ഈ മാനേജേഴ്സിൻ്റെ ഏജ് നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാർ മാനേജേഴ്സ് ആണെങ്കിൽ അവർക്ക് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നായിരിക്കും അവരുടെ ചിന്ത, മിനിമം സമയത്തിൻ്റെ ഉള്ളിൽ. സോ ദേ ആർ ലെസ് കൺസേൺ വിത്ത് എത്തിക്കൽ ഇഷ്യൂസ്. അവർ എത്തിക്കൽ ഇഷ്യൂസിൽ ലെസ് കൺസേൺഡ് ആയിരിക്കും. എൽഡർലി പീപ്പിൾ എങ്ങനെയാണ്? അവർ ദേ ആർ മച്ച് കൺസേൺ വിത്ത് എത്തിക്കൽ ഇഷ്യൂസ്. അവർക്കായിരിക്കും കുറച്ചും കൂടി എത്തിക്സ് ഫോളോ ചെയ്യാൻ ആഗ്രഹം. ഇനി ആറ്റിറ്റ്യൂഡ്. ദർ ആർ 2 types of attitude such as positive attitude and negative attitude. People having positive attitude show concern for others. They have caring attitude towards others. They are expected to be more ethical. അത് നമുക്കറിയാലോ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർക്ക് എപ്പോഴും മറ്റുള്ളവരെ പറ്റി ചിന്ത ഉണ്ടാവും, അവരെ കെയർ ചെയ്യുകയും അവർ കുറച്ചും കൂടി എത്തിക്കലായിരിക്കും അല്ലേ. ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്. ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞത് എല്ലാത്തിനെയും നന്മയോടുകൂടി കാണാനും വിശാല മനസ്സ് ഉണ്ടാവും വേണം, വിശാലമായി ചിന്തിക്കാനുള്ള കഴിവും നിങ്ങൾക്ക് വേണം. Then education. It is believed that people may not have much formal education but are highly religious or more ethical. ഇപ്പോൾ ഒരു വ്യക്തിക്ക് നല്ല എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും വളരെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ, അത് ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, അവർ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ഹിന്ദുസ് ആയിക്കോട്ടെ, കൂടുതൽ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ എത്തിക്സ് ഫോളോ ചെയ്യും. അവർക്ക് തെറ്റ് ചെയ്യാൻ തോന്നില്ല. We know that some aspects of individual morality can be developed through education. നമുക്കറിയാം ഇൻഡിവിജ്വൽ മൊറാലിറ്റി കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ എഡ്യൂക്കേഷൻ നല്ലതാണ്. ദെൻ പേഴ്സണാലിറ്റി. ലൈക്ക് ആറ്റിറ്റ്യൂഡ്, പീപ്പിൾ വേരീസ് ഇൻ പേഴ്സണാലിറ്റി. ഇറ്റ് ഈസ് ദി സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ആട്രിബ്യൂട്ട്സ് എഫക്ട്സ് ദെയർ ബിഹേവിയർ ഇൻക്ലൂഡിങ് മാനേജേഴ്സ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. അപ്പോൾ നമ്മുടെ സൈക്കോളജി, മാനസികമായിട്ടുള്ള നമ്മുടെ ചിന്തകളും നമ്മുടെ ഫിസിയോളജിക്കൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി അല്ലെ. എക്സ്ട്രോവേർട്ട് പറഞ്ഞാൽ നല്ല ഉഷാറായിട്ടുള്ള വല്ല എടുത്തു ചാടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അവരെന്താ ചെയ്യുക? അവർ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാകാൻ നോക്കും കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ. ഇൻട്രോവേർട്ടോ അവർ കുറച്ചേ ചെയ്യുള്ളൂ. അപ്പോൾ എക്സ്ട്രോവേർട്ട് ആൾക്കാർ ഈ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ അവർ ലെസ് എത്തിക്കലാവും എന്നാണ് പറയണത്. Likewise, personality characterized by personal values, personal integrity and moral imagination are expected to behave in more ethical manner അല്ലേ. പേഴ്സണൽ വാല്യൂസും ഇൻറ്റഗ്രിറ്റി ഒക്കെ ഉള്ള ആൾക്കാർ നല്ല എത്തിക്കൽ മാനറിലാണ് ബിഹേവ് ചെയ്യുക. ദെൻ വാല്യൂസ് ആർ ആൻ ഇൻഡിവിജ്വൽസ് ജഡ്ജ്മെൻറ്റ് ഓർ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ. നല്ല വാല്യൂസുള്ള ആൾക്കാർ എന്താ? ആൾ പറഞ്ഞാൽ എന്താ? നല്ല മൂല്യമുള്ള ആൾക്കാരാണ്. ദേ ആർ അനദർ ഇൻഡിവിജ്വൽ ഫാക്ടർ ദാറ്റ് എഫക്ട് എത്തിക്കൽ ബിഹേവിയർ. അപ്പോൾ നല്ല മൂല്യങ്ങളുള്ള ആൾ നല്ല എത്തിക്കൽ ഡിസിഷനേ എടുക്കുള്ളൂ. ഓക്കെ. ദെൻ മോറൽസ്. മോറൽസ് ക്യാൻ ഓൾസോ എഫക്ട് ആൻ ഇൻഡിവിജ്വൽസ് എത്തിക്സ്. Morals are the rules people develop as a result of cultural norms and values and are traditionally what employees learn from their childhood, culture, education, religion. എങ്ങനെ നമുക്ക് മോറൽസ് ഉണ്ടാക്കുക? നല്ല മോറലും മൊറാലിറ്റിയൊക്കെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? ചെറുപ്പത്തിലെ സ്കൂളിൽ നിന്ന്, നമ്മുടെ റിലീജിയസ് സ്ഥാപനങ്ങളിൽ നിന്ന്. നിങ്ങൾക്ക് എയ്റ്റീസം ഒക്കെ പഠിക്കുന്നില്ലേ? അവിടെ ഫുൾ നിങ്ങൾ റിലീജിയനല്ലേ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നിങ്ങളതിനെ നിങ്ങളുടെ സ്കൂളുണ്ടല്ലോ, മദ്രസയിൽ പോയിട്ട് നിങ്ങൾ റിലീജിയൻ പഠിക്കും. അപ്പോൾ അന്നൊക്കെ പഠിക്കുന്നത് മോറലാണ്, മോറൽ ബിഹേവിയർ അല്ലെ. ഹിന്ദുസ് ആണെങ്കിൽ ചെറുപ്പത്തിൽ പുരാണ കഥകളും ബൈബിളും ഭഗവത്ഗീതയും ഒക്കെ വായിച്ചു കൊടുത്ത് അവരും അവിടെ മോറൽസ് പഠിക്കും. അപ്പോൾ നല്ല മോറലുള്ള ആൾക്കാർ നല്ല എത്തിക്കൽ
ബിഹേവിയറാണ് ഫോളോ ചെയ്യുക, എത്തിക്കൽ ഡിസിഷൻസ് ആണ് എടുക്കുക. ദെൻ ഫാമിലി ഇൻഫ്ലുവൻസ്, അത് നമുക്കറിയാം പാരൻസിൻ്റെ ബിഹേവിയർ നോക്കിയിട്ടാണ് കുട്ടികളുടെ ഒരു പരിധി വരെയുള്ള സ്വഭാവ രൂപീകരണം ഉണ്ടാവുക. നമ്മുടെ ഫാമിലിയിൽ നല്ല എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന ഫാമിലി ആണെങ്കിൽ അവിടുന്ന് വരണ വിദ്യാർത്ഥികൾക്കും അത്തരം എത്തിക്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് അല്ലേ, ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് അയാളുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് പറയണത്. ഇനി പറയണത് സിറ്റുവേഷണൽ ഫാക്ടേഴ്സാണ്. ഓരോ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് അത് ഇഷ്യൂ റിലേറ്റഡ് ഫാക്ടേഴ്സും ഉണ്ട്, കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സും ഉണ്ട്. എന്താണ് ഇഷ്യൂ റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഇഫ് ആൻ ഇഷ്യൂ ഇസ് റിലേറ്റീവ്ലി ഇൻസിഗ്നിഫിക്കൻറ്റ്, ഒരേ ഇഷ്യൂ ഒരേ പ്രോബ്ലം അറൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കില്ലേ, അതാണ് പറയുന്നത്. ആ ഇഷ്യൂ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അതായത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യമാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വലിയ എത്തിക്കൽ കൺസിഡറേഷൻ ഒന്നും കൊടുക്കില്ല. ലെസ് എത്തിക്കൽ കൺസിഡറേഷൻ ഇസ് ഗിവൺ ഫോർ എത്തിക്കൽ ഡിസിഷൻ. ഇഫ് ദ ഇഷ്യൂസ് ആർ മോർ സീരിയസ് ദെൻ സീരിയസ് കൺസിഡറേഷൻ ഇസ് ഗിവൺ ടു എത്തിക്കൽ ഡിസിഷൻ. അല്ലേ, അവിടുത്തെ സ്ത്രീകൾ, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഭയങ്കര ഹരാസ്മെൻറ്റ്, അവിടുത്തെ ഒരു പ്രത്യേക ആൾ ആ സ്ത്രീനെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വളരെ എത്തിക്കൽ ഡിസിഷൻസാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ ഇഷ്യൂ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, സീരിയസ് ആണ്, അപ്പോൾ എത്തിക്കൽ കൺസിഡറേഷൻ കൊടുക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനത്ര സീരിയസ്നെസ് കൊടുക്കില്ല, അവിടെ അധികം എത്തിക്സ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇഷ്യൂ റിലേറ്റഡ് ഫാക്ടേഴ്സ്. നൗ ഇഷ്യൂ റിലേറ്റഡ് ചോയ്സ് റിലേറ്റഡ് ടു ഐദർ മോറൽ ഇൻറ്റൻസിറ്റി ഓർ മോറൽ ഫ്രെയിമിങ്. അത് ഈ ഇഷ്യൂ റിലേറ്റഡ് കാര്യങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും? ചിലപ്പോൾ മോറൽ ഇൻറ്റൻസിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ മോറൽ ഫ്രെയിമിങ് ഓഫ് എത്തിക്കൽ ഇഷ്യൂ ആയിരിക്കാം. മോറൽ ഇൻറ്റൻസിറ്റി എന്താ? മോറൽ ഇൻറ്റൻസിറ്റി ഓഫ് എൻ എത്തിക്കൽ ഇഷ്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് കോൺസിക്വൻസ്. നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടാവാൻ പോണ ഭവിഷ്യത്ത് എന്താണ്? കോൺസിക്വൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എക്സ്പെക്റ്റഡ് റിസൾട്ട് വിച്ച് ഈസ് ഐദർ ഹാംഫുൾ ഓർ ബെനിഫിറ്റ് ഡ്യൂ ടു ഡിസിഷൻ മേക്കിംഗ് ഇൻ ദി എത്തിക്കൽ ഇഷ്യൂ. ഒരു എത്തിക്കൽ ഇഷ്യൂവിന് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഉണ്ടാവാൻ പോകുന്ന കോൺസിക്വൻസ് ആണ് അതിൻ്റെ മോറൽ ഇൻറ്റൻസിറ്റി പറഞ്ഞാൽ. എത്തിക്കൽ ഇഷ്യൂ ഈസ് കൺസിഡേർഡ് ഇൻറ്റൻസീവ്ലി ഇഫ് ഇറ്റ് ഈസ് മച്ച് സിഗ്നിഫിക്കൻറ്റ്. ഒരു സ്ഥാപനത്തിൻ്റെ സൽപ്പേരിനെ തന്നെ ബാധിക്കുന്നതാണ് പ്രശ്നം. അത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ നമുക്കതിൽ നല്ല എത്തിക്സ് ഫോളോ ചെയ്തിട്ട് വേണ്ടിയിരിക്കും ഡിസിഷൻ എടുക്കാം. മോറൽ ഫ്രെയിമിംഗ്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് പീപ്പിൾ പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് മേ പെർസീവ് ദി സെയിം ഇൻറ്റൻസിറ്റി ക്വൈറ്റ് ഡിഫറെൻ്റ്ലി. മോറൽ ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പല ആൾക്കാരും പല സെൻസിലായിരിക്കും മനസ്സിലാക്കുക, പെർസീവ് ചെയ്യുക അല്ലേ. ചില ആൾക്കാർക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമാകും, പക്ഷേ ചില ആൾക്കാർക്ക് വളരെ ഗൗരവമേറിയതും കാരണം. അതുകൊണ്ടാണല്ലോ പലപ്പോഴും പല ആൾക്കാരും പല സാഹചര്യത്തിലും ആത്മഹത്യ ചെയ്യുന്നത്. എന്താ? ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും. അമ്മ വഴക്ക് പറഞ്ഞു, ടി വി കാണണ്ട പറഞ്ഞു, നിങ്ങൾക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് ബൈക്ക് വാങ്ങിക്കാൻ വാശി പിടിച്ചു, ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ല. ഇതൊക്കെ കുട്ടികൾ ആത്മഹത്യ ചെയ്ത് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുക? അയ്യോ ഇത്രയും ചെറിയ കാര്യത്തിനാണോന്ന്. അത് ആർക്കാ ചെറിയ കാര്യം? പക്വതയുള്ള മുതിർന്ന ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ ചെറിയ കാര്യമാണ്. പക്ഷേ ആ കുട്ടിയുടെ ആ പ്രായത്തിൽ അത് കേൾക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ഇത്ര വലിയ കാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ ടീച്ചർ കോപ്പി അടിച്ച് പിടിച്ചു, അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? കുട്ടി ഓടിപ്പോയിട്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടും അല്ലേ. ഇപ്പോൾ എക്സാം ഹാളിൽ നിന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? അയ്യോ ഈ കുട്ടിക്ക് കോപ്പി അടിക്കാൻ കാണിച്ച ധൈര്യം ഉണ്ടെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞാലും അത് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയണ്ടേ. അപ്പോൾ കുട്ടികൾ അങ്ങനത്തെ കാര്യമൊന്നും ചെയ്യരുത്. യൂണിവേഴ്സിറ്റി ലെവലൊക്കെ കോപ്പി അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ 3 വർഷം ഡീബാർ ചെയ്യും. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോറൽ ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആൾക്കാർ ഒരു കാര്യത്തിനെ പല ആൾക്കാരും പല രീതിയിലായിരിക്കാം അതിനെ പെർസീവ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എത്തിക്കൽ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഓരോ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, ഓരോ സിറ്റുവേഷൻ്റെ കോൺസിക്വൻസ് എന്താവും എന്നാലോചിച്ചിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുക അല്ലേ. കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ നന്നായി ആലോചിച്ചിട്ടേ തീരുമാനം എടുക്കുള്ളൂ അല്ലേ. നിങ്ങൾക്ക് സൽപ്പേര് പോകാൻ എളുപ്പമാണ്, പക്ഷേ ഇറ്റ് ടേക്സ് മെനി ഇയേഴ്സ് ടു ബിൽഡ് ദി റെപ്യൂട്ടേഷൻ ഓഫ് എ കമ്പനി. അപ്പോൾ അത് പെട്ടെന്ന് പോകുകയെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്.